പൂമുഖവാതിൽക്കൽ സ്നേഹം അളിയ അളിയാ സാധാരണ ഇവിടെ വരുമ്പോ അളിയെ കാണാറേ ഇല്ല. വാ വാ ഇരി. ഇനി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണ് ഈ വഴിക്കൊക്കെ? ആ ചേട്ടനാ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് തിരക്കുണ്ടേ. അളിയ പെങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അളിയെ ഒന്നിനും സമയമില്ല, അവൾ വിളമ്പി തരുന്ന ആഹാരം കഴിക്കുന്നില്ല, ഒന്നും അളിയൻ അവളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ് അവളുടെ പരാതി. എന്ത് പറ്റി അളിയ? ഇങ്ങനൊന്നും ആയിരുന്നില്ല. എന്ത് പറ്റി? അത്രേ ഉള്ളൂ അളിയാ. നീ അവളെ വിളിച്ചിട്ടേ നീ പോണ്, നിനക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന് അങ്ങോട്ട് പറ. നീ പോണെന്ന് പറ. ആ ശരി. എടി വെച്ചേ, ഞാനങ്ങോട്ട് ഇറങ്ങിയേക്കാം കേട്ടോ. നീ അടുക്കള തിരക്കല്ലേ? കഴിച്ചിട്ട് പോവാൻ ചേട്ടാ. ഇല്ലടേ, പോയിട്ട് ഒത്തിരി തിരക്കുണ്ട്. എന്നാ ശരി ചേട്ടാ, അമ്മയെ ഞാൻ ചോദിച്ചെന്ന് പറയണേ. ഓ ഓ ശരി ശരി ശരി, പോട്ടെ. അനു, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോടി? നിങ്ങളെ കയ്യിൽ എന്ത് കുരുവാ, എടുത്തു കുടിച്ചുകൂടെ? അനു, നമുക്കിന്ന് വൈകിട്ടൊന്ന് പുറത്തു പോയാലോ? നിങ്ങൾക്ക് വീട്ടിൽ കിടക്കാൻ വയ്യേ? ഇനി പുറത്തു പോകാത്തന്നെ കുറവേ ഉള്ളൂ. അനു, എനിക്ക് നല്ല വിശപ്പാടി, എന്തേലും ഉണ്ടാക്കിയോ നീ? ഓ, ഞാൻ ഇനി വാരി തരാം, വേണമെങ്കിൽ എടുത്ത് കഴിക്കണം. കൈ ഒടിഞ്ഞൊന്നുമില്ലല്ലോ. അനു, നിനക്ക് ഇത്തിരി സ്നേഹത്തോടെയൊക്കെ എൻ്റെ കൂടെ സംസാരിച്ചൂടേടി? അയ്യ, സ്നേഹം കാണിക്കാൻ പറ്റിയ മുതല്. ഇതാണ് അളിയന്റെ പെങ്ങള്. അവളടുത്ത് വല്ലതും ചോദിച്ച് നാണം കിടന്നതിന് പറഞ്ഞു ഞാൻ ഒന്നിനും പോവാറില്ല. അളിയനാണ് കറക്റ്റ്, ഇതാണ് വേണ്ടത്. അപ്പൊ അളിയന്റെ പെങ്ങള് അനുഭവിക്കുക, അത്ര തന്നെ. ആര് കേട്ടാ വന്നേ? പെങ്ങളെ, ഞാൻ ശരിക്കും ഇറങ്ങുവാണേ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മി